ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടനായിട്ടുള്ളൊരു കറിയാണ്. ഈ കറിയുടെ പേര് അസ്ത്രം എന്നാണ്. അസ്ത്രം രണ്ട് തരത്തിൽ ഉണ്ടാക്കാറുണ്ട്. ചേമ്പ് കൊണ്ടും ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ചേന കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ചെത്തിയിട്ട് നന്നായിട്ട് കഴുകി ഇവിടെ കഷ്ണങ്ങളാക്കി ഈ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഗ്യാസ് ഓണാക്കാം. സ്റ്റീം വന്നതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് ഞാൻ ഈ ചേന വേവിച്ചെടുക്കുന്നത്. ഓരോ ചേനയുടെയും വേവിനനുസരിച്ച് അത് കുറച്ച് വ്യത്യാസം വരും. അത് നന്നായിട്ട് വെന്ത് വരണം. ഇത് ചേന അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ടൊന്ന് ഉടയ്ക്കുന്നുണ്ട്. ഇത് വേകുന്ന സമയത്ത് ഇതിൽ ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് അധികം എരിവില്ല, അതുകൊണ്ടാണ് അത്രയും ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് മഷി പോലെ അരയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചുകറിക്കൊക്കെ ചേർക്കുന്ന അത്ര അരയേണ്ട ആവശ്യമില്ല. ചേന വെന്തിട്ടുണ്ടോ എന്ന് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഈ ചേന ഇനി നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ചേന നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ അരപ്പും ചേനയെല്ലാം കിടന്ന് ഒന്ന് വേകണം. ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഈ പാത്രം അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നിന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അരപ്പെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതുപോലെ അതിൻ്റെ അകത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും ചെയ്യും. ഈ കറി ഇരിക്കും തോറും ഒരല്പം കുറുകി വരാൻ ചാൻസ് ഉണ്ട്. ഇത് പിന്നെ അല്പം ഒരു കുറുകിയ കറിയാണ്. നമ്മൾ ഒഴിച്ചുകറി പോലെ ഇങ്ങനെ നീളത്തിലുള്ള ഒരു കറിയല്ല ഇത്. ഇതിപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. ഇനി ഈ കറി ഒന്ന് താളിച്ചൊഴിക്കണം. ഈ പാനിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേന നിങ്ങളിങ്ങനെ ഉടച്ചൊന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. നല്ല കറിയാണ്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണിത്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.